After solving the Schrodinger equation for hydrogen atom in spherical polar coordinates, we obtained three quantum numbers, principal quantum number, orbital quantum number and magnetic quantum number. And you can solve, obtain the wave functions, corresponding wave functions for corresponding to each of these quantum numbers. For example, if n equal to 0, if n is equal to 1, the value of orbital quantum number can have, the orbital quantum number can have L is equal to 0 up to n minus 1. If n equal to 1, n minus 1 is 0, so L can have only one value 0. So L is equal to 0. Then ML is equal to 0 up to L plus or minus 1. L is 0 means the only one value can ML can take. ML is equal to 0. So the only possibility is n equal to 1, L equal to 0, ML is equal to 0. In each case, the differential that equations will give you the solutions phi, theta, r. So the total wave function will be a product of this. അങ്ങനെയാണ് നമ്മളതിനെ സെപ്പറേഷൻ ഓഫ് വേരിയബിൾ എഴുതിയായിരുന്നത്. r is equal, psi is equal to theta, phi, theta, r. അതിൻ്റെ പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ ടോട്ടൽ വേവ് ഫംഗ്ഷൻ കിട്ടും. ഇനി സെക്കൻഡ് n equal to 2. n equal to 2 ആണെങ്കിൽ L can have value 0, 1. n minus 1 എന്ന് പറയുമ്പോൾ 1 ആണ്. അപ്പോൾ 0യും 1ഉം പറ്റും. അപ്പോൾ Lന് രണ്ട് വാല്യൂ ആണ്, 0യും 1ഉം. ഇനി അതിൽ തന്നെ L 0 ആകുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ MLന് 0 ആണ് പറ്റുള്ളൂ. ദെൻ L 1 ആണെങ്കിൽ 0 പ്ലസ് ഓർ മൈനസ് 1 കൂടെ വരും. അപ്പോൾ ആ മൂന്ന് കേസുകളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇപ്പോൾ n equal to 2 ആണെങ്കിൽ L can have value 0, 1. ഇനി L 1 ആണെങ്കിൽ ML can have 0 and plus or minus 1. അപ്പോൾ അങ്ങനെയാണ് ഈ മൂന്ന് കേസുകൾ വരുന്നത്. അപ്പോൾ ഓരോ കേസിലും വേവ് ഫംഗ്ഷൻസും ടോട്ടൽ വേവ് ഫംഗ്ഷൻ ഇസ് എ പ്രോഡക്റ്റ് ഓഫ് ദീസ് ത്രീ. അത് ആദ്യത്തെ ഒരു വേവ് ഫംഗ്ഷൻ നോട്ട് ചെയ്ത് വയ്ക്കുന്നത് നല്ലതാണ്. അതിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂവും പ്രോബ്ലങ്ങളൊക്കെ നമുക്ക് പിന്നീട് കാണാനുള്ളതാണ്. Now let us see what are the significance of these quantum numbers. First, the principal quantum number. Principal quantum number n is equal to 1, 2, 3, etc. We already said what is its significance. It represents the energy quantization. Bohr atom model പറഞ്ഞ അതേ കാര്യം തന്നെ. Quantization of energy of bound electrons. രണ്ട് സൊല്യൂഷൻ പോസിബിൾ ആണ്. എനർജി ഫ്രീ ഇലക്ട്രോൺ എനർജി ഈ പോസിറ്റീവ് ആയിട്ടുള്ള കേസും പോസിബിൾ ആണ്, ഈ നെഗറ്റീവ് ആയിട്ടുള്ളതും പോസിബിൾ ആണ്. ഈ നെഗറ്റീവ് ആണെങ്കിൽ ഇറ്റ് ഈസ് ക്വാണ്ടൈസ്ഡ് ബൗണ്ടഡ് ഇലക്ട്രോൺ. Bohr atom model കണ്ടതുപോലെ തന്നെ En is equal to E1 by n square. E1 is ground energy level. Second is the orbital quantum number. L is equal to 0 up to n minus 1. 0, 1 to integer ആണ്, n minus 1 ആണ് limiting value. So അതിൻ്റെ സിഗ്നിഫിക്കൻസ് പറയുന്നതിന് വേണ്ടി let us analyze the radial wave function equation. That is equation 15, radial part of psi. So അതിൽ ഓരോ ടൈമും നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ we can see this is a function of r, this is a function of r, this is a function of r. പിന്നെ ഇവിടെ വരുന്ന ഒരു ടൈം എനർജിയാണ്. വാട്ട് ഈസ് E? E is the total energy. So equation 15 concerned with the radial aspect of electron motion. റേഡിയൽ ഇക്വേഷനാണ്. റേഡിയൽ മോഷൻ എന്ന് പറഞ്ഞാൽ സെൻട്രൽ നിന്ന് അത് റേഡിയൽ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് കൺസേൺഡ് ആയിട്ടുള്ള ഇക്വേഷനാണത്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ E is the total energy of the electron. E is total energy means its kinetic energy plus potential energy. ഇതിൻ്റെ കൈനറ്റിക് എനർജി രണ്ട് കാര്യങ്ങൾ കൊണ്ടുവരാം. ഒന്ന്, ഇലക്ട്രോണിൻ്റെ ഈ റേഡിയൽ മോഷനും കൊണ്ട് ഒരു കൈനറ്റിക് എനർജി വരാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഓർബിറ്റൽ മോഷനും കൊണ്ടും ഒരു കൈനറ്റിക് എനർജി വരാം. സോ ടോട്ടൽ കൈനറ്റിക് എനർജി ഈസ് റേഡിയൽ കൈനറ്റിക് എനർജി പ്ലസ് ഓർബിറ്റൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി നമ്മൾ കണ്ടു. കുളമ്പ് പൊട്ടൻഷ്യൽ എനർജി മൈനസ് E²/4πε0. പക്ഷേ ഇവിടുത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എ റേഡിയൽ ഇക്വേഷൻ. റേഡിയൽ വേവ് ഫംഗ്ഷൻ്റെ ഇക്വേഷനാണ്. റേഡിയൽ വേവ് ഫംഗ്ഷൻ്റെ ഇക്വേഷനിൽ ഓർബിറ്റൽ കൈനറ്റിക് എനർജിക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. കാരണം ഓർബിറ്റൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഒരു ഓർബിറ്റിൽ അത് റിവോൾവ് ചെയ്യുകയാണെങ്കിൽ ആർ ഫിക്സ്ഡ് ആണ്. ആ ഫിക്സ്ഡ് ആറിൽ അത് വരുമ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ റേഡിയൽ ഇക്വേഷനിലേക്ക് ഈ ഒരു എനർജി വരുന്നത്, ഓർബിറ്റൽ പാർട്ട് വരുന്നത്? So this part, kinetic energy orbital kinetic energy have nothing to do with its radial motion. Radial equation അതിൻ്റെ കാര്യം ആവശ്യമില്ല. So this contradiction can be removed by substituting this total energy here. So this time 2m by h cut square ke radial. E is ke radial plus ke orbital minus this here 2m by h square is taken outside, so multiply this with h cut square divided by 2m. So h cut square L into L plus 1 divided by
2mr square, r is equal to 0. Now നമ്മുടെ പ്രോബ്ലം ഇതാണ്, ഈ ഓർബിറ്റൽ കൈനറ്റിക് എനർജിയാണ്. സോ ഇഫ് we argue that if this cancels with this term, radial wave function, radial kinetic energy നമുക്ക് ആവശ്യമാണ്, കാരണം റേഡിയൽ ഇക്വേഷൻ ആണ്. ഇഫ് ദിസ് ടേം ക്യാൻസൽസ് വിത്ത് ദിസ് ഇക്വേഷൻ, ദിസ് സെക്കൻഡ് ടേം, അല്ലെങ്കിൽ ഈ രണ്ട് ടേമും കൂടെ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ, ക്യാൻസൽ ഔട്ട് ഈച്ച് അതർ, വി ഗെറ്റ് ആൻ ഇക്വേഷൻ ദാറ്റ് ഈസ് exclusively a function of radial wave function. So we require that these two are equal. So that its difference is 0. Then this is a exclusive equation for differential equation for R. So we require that kinetic energy orbital is equal to h cut square. So these two are equal, h cut square L into L plus 1 by 2 m r square. But we know the orbital kinetic energy is equal to half m velocity square, orbital velocity square. So we have angular momentum L is equal to mvr. Classical mechanics L is equal to mvr, or v, velocity. Orbital velocity v orbital is equal to angular momentum divided by m1. So this become half v square, അപ്പോൾ m cancel ചെയ്യും. So L square by mr square. So we have two expressions for kinetic energy orbital. So equate the right hand sides. So we get half L mr square is equal to h cut square L into L plus 1 divided by 2 mr square. So half mr square 1 by 2, half denominator cancels, we will get L square is equal to this, or L is equal to, what is L? Angular momentum. Electron's angular momentum is given by square root of L times L plus 1 into h cut. H cut square root പുറത്താണ്, h cut square ആണ് ഇവിടെ, square root എടുക്കുമ്പോൾ h cut പുറത്താണ്. And where L orbital quantum number we found, it is 0, 1, 2, 3 integer, upper limit is n minus 1. So L is angular momentum is given by this, where these values are 0, 1, 2, 3 etc. That means like energy, angular momentum is also quantized. Angular momentum L 0 കഴിഞ്ഞു കഴിഞ്ഞാൽ, for example, if L is equal to, if small l is equal to 0, L is equal to 0. Small l 0 ആണെങ്കിൽ L 0 ആണ്. L equal to 1 ആണെങ്കിൽ 1 into 1 plus 2, that is 2. So root 2h quantized ആണ്. 0 കഴിഞ്ഞാൽ root 2h ആണ് വരുന്നത്, അത് കഴിഞ്ഞാൽ root 6h ആണ് വരുന്നത്, h കട്ടാണ് വരുന്നത്. അപ്പം അങ്ങനെയാണ് പോകുന്നത്. ആംഗുലാർ മൊമെൻറ്റം ഈസ് ക്വാണ്ടൈസ്ഡ്. ഈ ഒരു കാര്യം ബോർ ആറ്റം മോഡലിൽ ബോർ ഒരു പോസ്റ്റ്ലേറ്റ് ആയിട്ടായിരുന്നു പറഞ്ഞിരുന്നത്, അല്ലേ? ആംഗുലാർ മൊമെൻറ്റം ഈസ് ഇൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h കട്ട്. ഹിയർ ഫ്രം ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ദിസ് ക്വാണ്ടൈസേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം ഓട്ടോമാറ്റിക്കലി എമർജ്. നമുക്കത് അസ്യൂം ചെയ്യേണ്ട കാര്യമില്ല, അത് അതിൻ്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് തന്നെ നമുക്ക് കിട്ടാണ്. സോ ദാറ്റ് ഈസ് ദി വീഡിയോ ഓഫ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. So this is the meaning of quantum number L, orbital quantum number L. The total energy, the angular momentum of electron is quantized. So we can express the various angular momentum states of electron. Traditionally it is expressed as L equal to 0 as S state, L equal to 1 P state, 2 T, S, P, D, F, G, H, I. അങ്ങനെയാണ് ഓർബിറ്റൽ ക്വാണ്ടം സ്റ്റേറ്റുകൾ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അത് ഈ ഒരു ഓർഡർ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ചും അത് വരുന്നത് ഒരു എംപിരിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് സ്പെക്ട്രൽ സീരീസിൽ നിന്ന് വരുന്നതാണ്. ഈ തിയറിയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് എക്സ്പെരിമെൻ്റ് ചെയ്ത് ഇതിൻ്റെ സ്പെക്ട്രൽ സീരീസിനെ ഓർഗനൈസ് ചെയ്തപ്പോൾ വന്നിരുന്ന ആ ഒരു നെയിമിംഗ് ആണ്. അതായത് ദിസ് കറസ്പോണ്ട്സ് ടു ഷാർപ്പ്, പ്രിൻസിപ്പൽ, ഡിഫ്യൂസ്, ഫണ്ടമെൻ്റൽ, അങ്ങനെയാണ് വരുന്നത്. പിന്നീട് വരുന്നത് ആ ഓർഡറിൽ, ആൽഫബറ്റിക് ഓർഡറിൽ അങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ, എഫ്, ജി, എച്ച് ഐ എന്നുള്ളൂ. ഈ തിയറി ഡെവലപ്പ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് എംപിരിക്കൽ സ്പെക്ട്രൽ സീരീസിൻ്റെ നെയിമിങ്ങിൽ നിന്നാണ് ഇങ്ങനൊരു സ്റ്റേറ്റുകളെ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെ വന്നത്. നൗ എൻ എസ് സ്റ്റേറ്റ് മീൻസ് L equal to 0. L equal to 0 ആണെങ്കിൽ ആംഗുലാർ മൊമെൻറ്റം 0 into 0 plus 1, that is 0, that is L equal to 0. അപ്പോൾ എസ് സ്റ്റേറ്റിലുള്ള ഇലക്ട്രോൺസിന് ആംഗുലാർ മൊമെൻറ്റം 0 ആണ്. ഇനി പി സ്റ്റേറ്റ് ആണെങ്കിൽ L equal to 1, 1 plus 1 plus 2, so 2 root 2h. root 2h ആണ് വരുന്നത്. ഡി സ്റ്റേറ്റ് ആണെങ്കിൽ 2 into 2 plus 1, so 6h. അങ്ങനെയാണ് അതിൻ്റെ ആംഗുലാർ മൊമെൻറ്റങ്ങൾ പോകുന്നത്. സോ ഇഫ് n equal to 1, അതിനെങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക? 1s. 1 stands for principal quantum number, s stands for s state or L equal to 0 state. ഇനി n equal to 2 ആണെങ്കിൽ we can have L equal to 0 and L equal to 1.
L equal to n-1 വരെയാണ്. അപ്പോൾ n2 ആണെങ്കിൽ നമുക്ക് L equal to 0യും L equal to 1യും ഉണ്ടാവും. സോ L equal to 0 ആണെങ്കിൽ S ആണ്. Then 2S എന്നാണ്. 2 stands for principal quantum number. S stands for L equal to 0. Then 2 again for n equal to 2. P stands for L equal to 1. അങ്ങനെ ഓരോ കേസിലും ഫോർ എക്സാമ്പിൾ n equal to 6 ആണെങ്കിൽ നമുക്ക് L equal to 0 ആവാം. 0, 1, 2, 3 up to n-1. L equal to 5 വരെ വരാം. അങ്ങനെയാണെങ്കിൽ L equal to 5ന് നമ്മൾ H എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ 6H എന്നാണ് ആ ഇലക്ട്രോണിൻ്റെ സ്റ്റേറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വി വാണ്ട് ടു interpret the magnetic quantum number ML that I will discuss in the next class.